എല്ലാവർക്കും ഇരുന്ന് വളവള കമൻ്റ് അടിക്കാനായിട്ട് ഒരു ട്രെൻഡിങ് ടോപ്പിക് കാസ്റ്റിംഗ് കൗച്ച്. ലേഡീസ്, നിങ്ങളുടെ കമൻറ്റ്സ് വായിക്കാനാണ് ഏറ്റവും മനോഹരമായിരിക്കുന്നത്. വിക്ടിം ഷേമിങ്, വണ്ടർഫുൾ. ഇയാൾക്കൊക്കെ ഇത്ര ദാരിദ്ര്യമായിരുന്നു, പോയി ചത്തൂടേടിന്ന്. ഷോ, എന്തിനാ ഇപ്പം വന്ന് പറയുന്നത്? അപ്പം സംഭവിച്ചപ്പം എന്തുകൊണ്ട് പറഞ്ഞില്ല? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ മറ്റേ ആൾക്കാരുണ്ടല്ലോ, വലിയ വലിയ ആൾക്കാരാണ്, അങ്ങ് തലഭാസ്തി ഇരിക്കുന്ന ആൾക്കാരാണ്. ഇപ്പം ഈ വന്ന് പറയുന്ന ആൾക്കാർ കുഞ്ഞു കുഞ്ഞു ബേബീസാണ്. അവരൊക്കെ ഇവരെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ തീർന്നു. ഡിഷ്കിൻ ബാൻ ചെയ്യുന്നു, ലൈഫ് ഡിസ്ട്രോയ് ചെയ്യുന്നു, തീർന്നു. പിന്നെ ഇപ്പം കുറേ പേരിങ്ങനെ വന്ന് പറയുന്നുണ്ട്, ഓക്കെ ചിലപ്പം ഞാനും കൂടെ പറഞ്ഞാൽ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കിയാലോ, ഞാൻ മനോധൈര്യം ഞാനിപ്പോൾ എടുത്തു, ഇനി ആര് വന്ന് എൻ്റെ ലൈഫ് ഡിസ്ട്രോയ് ചെയ്താലും ഞാൻ പറയും എന്നുള്ള ഒരു ധൈര്യം വന്നു. അതാണ് ആൻസർ, വേറൊരു ആൻസർ ഇല്ല. Okay, I'm not surprised when men keeps commenting on all this. സ്വാഭാവികം, അവരൊക്കെ വലിയ പുള്ളികൾ. സഹോദരന്മാരെ, ഈ വക കാര്യങ്ങളൊന്നും ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, പണ്ടേ മുതലുണ്ടായിരുന്നു. അതോ സിനിമയിൽ മാത്രമല്ല, എല്ലാ മേഖലകളിലും ഉള്ള കാര്യങ്ങളാണ്. ഇപ്പം ഞങ്ങളുടെ IT-യിൽ വരെ ഉണ്ട്. ഞങ്ങൾക്ക് IT-യിൽ അവർ ഓരോ 6 മാസം കൂടുമ്പോൾ സെക്ഷൽ ഹരാസ്മെൻറ്റ് പോളിസി എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഇറക്കും. എന്നിട്ട് നമ്മളതെല്ലാം ഇരുന്ന് കാണണം. എന്നിട്ട് നമ്മൾ എപ്പോഴും റിമൈൻഡ് ചെയ്യും, അങ്ങനെ നിങ്ങൾ ആരെങ്കിലും വന്ന് അപ്രോച്ച് ചെയ്താൽ പ്ലീസ് ഗോ ആൻഡ് കംപ്ലയിൻറ്റ് ടു ദ HR. പക്ഷേ ഈ സിനിമ ഇൻഡസ്ട്രിയിൽ HR എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലല്ലോ. അപ്പോൾ പിന്നെ ഇങ്ങനെ വന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലേ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ കേൾക്കത്തുള്ളൂ. കേൾക്കട്ടെ, പറയട്ടെ, കരയുന്നവർ കരയട്ടെ, കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ. അത് നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഈ വക ചോദ്യങ്ങൾ ഒരു പ്രസക്തിയില്ല. നിനക്ക് ഈ പണിയേ ഉള്ളോ, കൂലിപ്പണിയെങ്കിലും എടുത്ത് ജീവിച്ചൂടേടേ എന്നൊക്കെ പറഞ്ഞിട്ട്. കലയെ സ്നേഹിക്കുന്ന കുറേ ആൾക്കാരുണ്ട്, അവർ ജനിക്കുന്നതേ കല എന്നും പറഞ്ഞിട്ടാണ്. അപ്പോൾ പിന്നെ അവർക്കൊരു വഴി വേണ്ടേ എന്നും പറഞ്ഞ് ഇങ്ങനത്തെ കുറേ പ്രഡേറ്റേഴ്സ് ഉണ്ടെന്നും പറഞ്ഞിട്ട് അവരുടെ കല അങ്ങ് സാക്രിഫൈസ് ചെയ്യണോ? പറ്റൂല്ലടേ. അതുകൊണ്ട് ഇന്നെങ്കിലും വോയിസ് ഔട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിലും, ഇതിനൊരു സൊല്യൂഷൻ വരാൻ പറ്റുവാണെങ്കിൽ കരയട്ടെ അവർ. അതിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം വിക്ടിം ഷേമിങ്, ചിച്ചി. അപ്പം നിങ്ങൾ പറയും, പെങ്ങളെ നിങ്ങൾക്ക് അറിയത്തില്ല, കുറേ പേര് ഓൾറെഡി മ്യൂച്വലി കൺസെൻറ്റ് ചെയ്യും ഇതിനു വേണ്ടി, എന്നിട്ട് പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ പീഡിപ്പിച്ചു എന്ന് പറയും. ദ പോയിന്റ് ഈസ്, എന്തിനിങ്ങനെ ഒരു സിറ്റുവേഷൻ തന്നെ ഉണ്ടാവുന്നു? വൈ ഇസ് ദെയർ എ സിറ്റുവേഷൻ ലൈക്ക് ദിസ് ഇസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. പിന്നെ ദ സെക്കൻഡ് തിങ് ഇസ്, ഇനി അവരങ്ങനെ പറഞ്ഞെങ്കിലോ കൺസെൻറ്റ് ചെയ്തെങ്കിലോ അങ്ങനെ ആണെങ്കിലോ ഇല്ലെങ്കിലോ അത് നിങ്ങൾക്ക് അറിയുമോ? അറിയത്തില്ലല്ലോ. നിങ്ങൾക്ക് പ്രൂഫുണ്ടോ? നിങ്ങളീ ചോദിക്കുന്നുള്ളൂ, നിനക്ക് പ്രൂഫുണ്ടോ? ആരെങ്കിലും വന്ന് പിടിച്ചപ്പോൾ ഉടനെ അവർ ഫോൺ പിടിച്ചോണ്ടിരിക്കില്ല, അയ്യോ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യേ, ഞാൻ പിടിപ്പിക്കാൻ പോലെ എന്ന് പ്രൂഫിന് വേണ്ടി ഒന്ന് വെച്ച് 1 മിനിറ്റ്. നിങ്ങൾക്ക് പ്രൂഫുണ്ടോ? ഇല്ലല്ലോ. അല്ലെങ്കിൽ നിങ്ങൾ പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്റേഴ്സിനെ വെച്ചിട്ട് നിങ്ങൾ അന്വേഷിക്കുക. എന്നിട്ട് നിങ്ങൾ വന്നിട്ട് കമൻറ്റ് ചെയ്യും, ഇല്ല എനിക്കറിയാം ഇവൾ കള്ളത്തരം പറയാനാണ്, അല്ല ഇവൻ കള്ളത്തരം പറയുകയാണെങ്കിൽ. അല്ലതൊന്നും അറിയാതെ ചുമ്മാ കിടന്ന് എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യൽ. ഇൻ ഷോർട്ട്, ഈ ഒരു സിറ്റുവേഷൻ വരാൻ പാടില്ല. വൾനറബിലിറ്റി എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പാടില്ല. അത് ആണായാലും ശരി പെണ്ണായാലും ശരി. ടാലൻ്റ് ഉണ്ടെങ്കിൽ അവരെ എടുക്കട്ടെ, ടാലൻ്റ് ഉണ്ടെങ്കിൽ ഇല്ല എന്നാ ഒരു സിറ്റുവേഷൻ ഉണ്ടാവട്ടെ. പക്ഷേ ഈ വക കാര്യങ്ങൾ ഇനി നിന്ന് മാറാൻ സമ്മതിക്കരുത്. അതാണ് പോയിന്റ്. അല്ലാണ്ട് ആര് പുറത്ത് വന്നാലും ആര് വന്ന് പറഞ്ഞാലും അവരെ വിക്ടിം ഷെയിം ചെയ്യാൻ നിൽക്കല്ല എൻ്റെ പൊന്നുമക്കളെ. നിങ്ങൾ ആദ്യം നിങ്ങളുടെ കണ്ണിലെ പലക എടുത്ത് മാറ്റിയിട്ട് മറ്റുള്ളവരുടെ കരയുടെ എടുത്ത് മാറ്റാൻ നോക്കും. ഓക്കെ ബൈ, പാക്കപ്പ്. സീരിയസ്ലി പാക്കപ്പ്.